എല്ലാവർക്കും PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2023 പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2024 ജനുവരി 1 ഇറങ്ങിയ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കേരളവുമായി ബന്ധപ്പെട്ട് 2023 നടന്ന പ്രധാന സംഭവങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആദ്യത്തെ പോയിന്റ് 2023 നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏത്? ഉത്തരം കൊല്ലം. കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതൊന്ന് നോട്ട് ചെയ്തോളുക. അടുത്തൊരു പോയിന്റ്, വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഥവാ കുസാറ്റ്. ഒന്നുകൂടി നോക്കാം. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഥവാ കുസാറ്റ്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂർ. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂർ. കേരളത്തിൻ്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാനൊരുങ്ങുന്നത്? മന്ദഹാസം. കേരളത്തിൻ്റെ മന്ദഹാസം പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാനൊരുങ്ങുന്നത്. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളം. 13ാം സ്ഥാനത്താണ് കേരളം. ഒന്നുകൂടി നോക്കാം. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളം. 13ാം സ്ഥാനത്ത്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം PT ഉഷ. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം PT ഉഷ. 61ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിന് അർഹമായ ജില്ല കോഴിക്കോട്. 61ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിന് അർഹമായ ജില്ല കോഴിക്കോട്. താഴെ പറയുന്ന സൂചകങ്ങളിൽ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക. ഒന്നാമത്തെ പ്രസ്താവന, പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റ്, വിവർത്തക, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ചന്ദ്രഗിരിയ തീരാദല്ലി അഥവാ ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ ആണ് ആദ്യത്തെ നോവൽ. ഐഷാറ മദല്ലി എന്ന യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ മനോമി, PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങി നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ എഴുത്തുകാരി? ഉത്തരം സാറ അബൂബക്കർ. കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരിയാണ് ഇവർ. ഒന്നുകൂടി നോക്കാം. താഴെ പറയുന്ന സൂചകങ്ങളിൽ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക. പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റ്, വിവർത്തക, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തയാണ്. ചന്ദ്രഗിരിയ തീരാദല്ലി, ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ ആണ് ആദ്യ നോവൽ. ഐഷാറ മദല്ലി എന്ന യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ മനോമി, PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങി നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. എഴുത്തുകാരിയുടെ പേര് സാറ അബൂബക്കർ. കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരി കൂടിയാണ് സാറ അബൂബക്കർ. അടുത്തത് സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ടതാണ്. 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലയാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഒന്നുകൂടി നോക്കാം. 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ല. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത്. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന കൃതി എഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ്. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പി. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MB രാജേഷ്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MB രാജേഷ്. 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം വൈക്കം സത്യാഗ്രഹം. 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം.
പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. മലയാള സിനിമയിലെ ആദ്യ നായികയുടെ 120-ാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചിരുന്നു. നായികയുടെ പേരെന്താണ്? PK റോസി. മലയാള സിനിമയിലെ ആദ്യ നായികയുടെ 120-ാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചിരുന്നു. നായികയുടെ പേര് PK റോസി. അടുത്തത് വന്ദേ ഭാരത് എക്സ്പ്രസ്സുമായി ബന്ധപ്പെട്ട പോയിന്റാണ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25. ഈ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25-നാണ്. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. ഇതും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ്. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റയാണ്. അടുത്തതും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ. ഇവിടെ ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് കൊച്ചി വാട്ടർ മെട്രോ. 2023 ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒന്നുകൂടി നോക്കാം. 2023 ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഇരിഞ്ഞാടപ്പള്ളി രാമൻ എന്ന റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഏത്? ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. ഒന്നുകൂടി നോക്കാം. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയുടെ പേരാണ് ഇരിഞ്ഞാടപ്പള്ളി രാമൻ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണ് ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്തതും ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു പോയിൻ്റാണ്. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം? കുമരകം. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് കുമരകം. ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു പോയിൻ്റ്, 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ M. ഷാജർ. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ M. ഷാജർ. അടുത്തതും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ്. രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം? കേരളം. രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. ഞാൻ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന പോയിന്റുകൾ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുക. എന്ന് വെച്ച് മറ്റു പോയിന്റുകൾ പരീക്ഷയ്ക്ക് ചോദിക്കില്ല എന്നർത്ഥമില്ല. ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കൂടുതൽ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നേ അർത്ഥമുള്ളൂ. അത് കൂടുതൽ ശ്രദ്ധിക്കുക. അടുത്തൊരു പോയിന്റ് 2023 ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു പോയിൻ്റാണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത്? മീനങ്ങാടി പഞ്ചായത്ത്. ഇത് വയനാട് ജില്ലയിലാണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് മീനങ്ങാടി പഞ്ചായത്ത്, വയനാട് ജില്ലയിലാണ്. 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽത്തീരം ബീച്ചിലുണ്ടായ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ? VK മോഹൻ കമ്മീഷൻ. 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽത്തീരം ബീച്ചിലുണ്ടായ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. നീതി ആയോഗിൻ്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? കേരളം. നീതി ആയോഗിൻ്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം.
ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? പൊന്മുടി, തിരുവനന്തപുരം. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? പൊന്മുടി, തിരുവനന്തപുരം ജില്ല. രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? ചെറുവയ്ക്കൽ, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ ചെറുവയ്ക്കൽ എന്ന സ്ഥലത്താണ് രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത്. ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം എന്ന പദവി സ്വന്തമാക്കിയത്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര് അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് അനന്യ മലയാളം. മുൻ മന്ത്രി കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയുടെ പേരെന്താണ്? മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. മുൻ മന്ത്രി കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയുടെ പേരാണ് മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ തിരിച്ചായിരിക്കും ചോദിക്കുക. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന ആത്മകഥയുടെ രചയിതാവാര്? കെ ശൈലജ. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ്? പത്മാലക്ഷ്മി. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മാലക്ഷ്മി. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത? എസ് സന്ധ്യ. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിതയാണ് എസ് സന്ധ്യ. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് ആരാണ്? പി.ടി. ഉഷ. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി.ടി. ഉഷ. അടുത്തതൊരു ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു പോയിൻ്റാണ്. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് എവിടെയാണ്? പയ്യന്നൂർ. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂരിലാണ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ? അഭിലാഷ് ടോമി. പായ്വഞ്ചി ബയാനത്ത്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. പായ്വഞ്ചി ബയാനത്ത്. അടുത്തൊരു പോയിന്റ്, സൗരയൂഥത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനുമിടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട 33928 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? അശ്വിൻ ശേഖർ. ഒന്നുകൂടി നോക്കാം. സൗരയൂഥത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനുമിടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട 33928 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏതു മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? അശ്വിൻ ശേഖർ. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വെച്ചാണ്? തൃശ്ശൂർ. ഇവിടെ ഒന്നാമതെത്തിയത് കാസർഗോഡ് ജില്ലയാണ്. ഒന്നുകൂടി നോക്കാം. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് തൃശ്ശൂർ ജില്ലയിൽ വെച്ചാണ്. ഇവിടെ ഒന്നാമതെത്തിയത് കാസർഗോഡാണ്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ശ്രീ. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോയാണ് റേഡിയോ ശ്രീ. കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാണ്? മെയ് 17. കേരളത്തിൽ കുടുംബശ്രീ ദിനം ആഘോഷിക്കുന്നത് മെയ് 17-നാണ്. സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ-ഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന്? 2023 ജൂൺ 5-ന്. ഈ ഒറ്റ പോയിന്റിൽ നിന്നും ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ എന്താണ് കെ-ഫോൺ എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ പദ്ധതി. അടുത്തൊരു ചോദ്യം, കെ-ഫോൺ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. കെ-ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2023 ജൂൺ 5-നാണ്. 2023 ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേര് ഡ്രാപ്പോസ സെബാസ്റ്റ്യാനി. 2023 ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേരാണ് ഡ്രാപ്പോസ സെബാസ്റ്റ്യാനി. അടുത്തൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? കേരളം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് കലങ്ങും മുകൾ പുനലൂർ നഗരസഭയിലാണ് ഈ വാർഡ്.
കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങുംമുകൾ പുനലൂർ നഗരസഭയിൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഈറ്റ് റൈറ്റ് കേരള. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈറ്റ് റൈറ്റ് കേരള. ഇതിൻ്റെ ടാഗ് ലൈനാണ് നിലവാരമറിഞ്ഞ് കഴിക്കാം. അടുത്തൊരു പോയിന്റ് നോക്കാം. KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് അഥവാ UITPയുടെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. UITPയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ബെൽജിയം. ഒന്നുകൂടി നോക്കാം. KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അഥവാ UITP അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. UITPയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ബെൽജിയം. എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? PS ശ്രീധരൻപിള്ള. എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻപിള്ള. കാലശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ചെറായി രാമദാസ്. കാലശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എന്ന കൃതി രചിച്ചത് ചെറായി രാമദാസ്. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മലയാള സിനിമ 2018. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മലയാള സിനിമ 2018. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ കളക്ട്രേറ്റ് കോട്ടയം. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ കളക്ട്രേറ്റ് കോട്ടയം. കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് 22 ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് 22 ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് എവിടെയാണ്? കവടിയാർ. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് എവിടെയാണ്? കവടിയാർ. ONV കുറുപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റിയത് ആരാണ്? ഡോക്ടർ സുഷമ ശങ്കർ. ONV കുറുപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റിയത് ഡോക്ടർ സുഷമ ശങ്കർ. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത ആരാണ്? ഗീത AR. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിതയാണ് ഗീത AR. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്തംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് നികിത ജോബി, വടക്കേക്കര ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്തംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് നികിത ജോബി, വടക്കേക്കര ഗ്രാമപഞ്ചായത്ത്. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാനിവിടെ പങ്കുവച്ച വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്